ഇന്നത്തെ നമ്മുടെ കഥ എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്ന കോവിഡ് എന്ന സാധനത്തിനെ കുറിച്ചാണ്. ഇന്നത്തെ കഥ കേൾക്കാൻ എത്തിയ എല്ലാവർക്കും സ്വാഗതം. ഇത് അന്നിയുടെയും അദ്ദുവുടെയും കഥയാണ്. ഒരു ചെറിയ വീട്ടിലാണ് അദ്ദു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 7 വയസ്സാണ്. വീട്ടിൽ ധാരാളം കുടുംബക്കാരോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അമ്മ, അച്ഛൻ, സഹോദരി അന്നി, അമ്മമ്മ, പിന്നെ അച്ചച്ചൻ. വളരെയധികം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സഹോദരി അന്നി. അന്നിക്ക് 15 വയസ്സുണ്ട്. അന്നിക്ക് എല്ലാം അറിയാമെന്നാണ് അദ്ദു വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അദ്ദുവിന് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? കോവിഡ് എന്ന വിചിത്ര രോഗം കാരണം. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്നു. ടിവിയും പത്രവും ഇതിന്റെ വാർത്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കളിക്കാൻ പോകാനോ സുഹൃത്തുക്കളെ കാണാനോ സ്കൂളിൽ പോകാനോ അദ്ദുവിന് പറ്റുന്നില്ല. സൈക്കിൾ ചവിട്ടി കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങാൻ പോലും പറ്റുന്നില്ല. അദ്ദുവിന്റെ പ്രിയപ്പെട്ട ചില കാർട്ടൂൺ ഷോകൾ റദ്ദാക്കി പകരം കോവിഡ് വാർത്തകളാണ് ടിവിയിൽ കാണാൻ കിട്ടുന്നത്. ഒരു ദിവസം അദ്ദു ജനാലയ്ക്കരികിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. എന്താ വിഷമിച്ചിരിക്കുന്ന അദ്ദു? എന്താ പറ്റിയത്? സഹോദരി അനി ചോദിച്ചു. എല്ലാം അടച്ചിരിക്കുന്നു. ആരും പുറത്ത് കളിക്കുന്നില്ല. തെരുവുകളിൽ ആളുകളും ഇല്ല. പുറത്ത് ചില ആൾക്കാരുണ്ടെങ്കിലും അവർ ഈ വിചിത്ര മുഖം മൂടിയിട്ട് കാണുമ്പോൾ ഭയം തോന്നുന്നു, അതു പറഞ്ഞു. ഓ, എനിക്കിപ്പോൾ മനസ്സിലായി. ഈ അവസ്ഥയെ കൊണ്ട് മറ്റു കുട്ടികളെ പോലെ തന്നെ അദ്ദുവിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അന്നി പറഞ്ഞു. എനിക്ക് ഈ കോവിഡിനെ മനസ്സിലാവുന്നില്ല. എന്താണ് ഈ കോവിഡ്? എങ്ങനെയാണ് ഇത് ആളുകൾക്ക് വരുന്നത്? അദ്ദു ചോദിച്ചു. ഞാനിത് അദ്ദുവിന് മനസ്സിലാകാൻ പറ്റുന്ന പോലെ വിശദീകരിക്കാൻ ശ്രമിക്കാം, അന്നി വിവേകത്തോടെ പറഞ്ഞു. നമുക്ക് അസുഖങ്ങൾ നിരവധി മാർഗങ്ങൾ കൊണ്ടുവരാം. ഇതിൽ പലതും നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അണുക്കൾ എന്താണ്? അദ്ദു കൗതുകത്തോടെ ചോദിച്ചു. അണുക്കൾ വളരെ ചെറിയ കൃമികൾ പോലത്തെ സാധനങ്ങളാണ്. ഉറുമ്പുകളെക്കാളും ചെറുതാണവ. അവ വളരെ ചെറുതായതുകൊണ്ട് അവയെ കാണാൻ നമുക്ക് പ്രത്യേക യന്ത്രങ്ങൾ വേണം. അവ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതികളിൽ പ്രവേശിക്കുന്നു. ഉദാഹരണത്തിന്, കൂടുതലും നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും. ഈ ചെറിയ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ടാകുന്നു, അന്നി പറഞ്ഞു. പക്ഷേ ഈ അണുക്കൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? അണുക്കളെ കൊണ്ട് കോവിഡ് എങ്ങനെയാണ് വരുന്നത്? അദ്ദു ചോദിച്ചു. കൈ കഴുകാതെയോ വൃത്തിയില്ലാത്ത സ്ഥലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ നമുക്ക് വയറ് ശരിയാവാണ്ടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡയേറിയ ആകും. ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അണുക്കൾ ശ്വസിച്ച് ചിലപ്പോൾ രോഗം പിടിപെട്ടു എന്ന് വരും. കോവിഡും ഇങ്ങനെ തന്നെയാണ് പകരുന്നത്. ഒരു കാര്യം അറിയോ? കോവിഡ് പകർത്തുന്ന അണുവിന് വളരെ വിചിത്രമായൊരു പേരാണുള്ളത്. കൊറോണ. കൊറോണ എന്ന് പറഞ്ഞു നോക്കൂ, അനി പറഞ്ഞു. കൊറോണ എന്ന് അദ്ദു പതുക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കോവിഡ് ഇല്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റില്ല? അദ്ദു ചോദിച്ചു. വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ചിലത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നു. നിനക്ക് തലവേദനയുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി ഇരുന്നാൽ ആ തലവേദന അവരിലേക്ക് പടരില്ല. പക്ഷേ കോവിഡുള്ള ആളുകളെ അടുത്തു പോയാൽ അത് നമ്മളിലേക്ക് അവരുടെ ചുമയിലൂടെയോ തുമ്മലിലൂടെയോ പകരാനുള്ള സാധ്യതയുണ്ട്. മാസ്ക് ധരിക്കാതെ തിരക്കുള്ള സ്ഥലത്തിൽ പോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ കോവിഡ് വൈറസ് നമ്മുടെ കയ്യിലുണ്ടാകാം. കൈ കഴുകാൻ മറന്നാൽ കോവിഡ് ബാധിക്കുന്ന റിസ്ക് ഉണ്ട്. കാരണം പുറത്ത് ആർക്കൊക്കെ കോവിഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് കഴിയുന്നതും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന്, അന്നി പറഞ്ഞു. സുഹൃത്തുക്കൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീമോ ഭക്ഷണമോ കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ കോവിഡ് വരുമെന്ന്. ഇത് ശരിയാണോ? അദ്ദു ചോദിച്ചു. ഏയ്, അങ്ങനെയില്ല, അന്നി പറഞ്ഞു. അപ്പോൾ
കോവിഡ് വേറെ വീട്ടിൽ നിന്ന് പറന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമോ? ഏയ് ഇല്ല, അന്നി പറഞ്ഞു. ശരി, അത് ഈച്ചയിലൂടെയോ കൊതുവിലൂടെയോ വരുമോ? ഏയ് ഇല്ല, നായ്ക്കളിലും പിന്നെ മറ്റു മൃഗങ്ങളിൽ നിന്നും പടരില്ല. എനിക്ക് കോവിഡ് വന്നാൽ ജീവിതകാലം മുഴുവൻ അതുണ്ടായിരിക്കുമോ? ഇല്ല, അന്നി പറഞ്ഞു. കൊറോണയിൽ നിന്ന് സുരക്ഷിതനായിരിക്കാൻ മാർഗങ്ങളുണ്ടോ? അതു ചോദിച്ചു. ഉണ്ടല്ലോ, SMS റൂൾ പാലിച്ചാൽ. അതെന്താണെന്നറിയാമോ അദ്ദുവിന്? ഇല്ലല്ലോ, അതെന്താ? ഓ അതെ, എനിക്കറിയാം. ഈ ഫോണിൽ അയക്കുന്ന മെസ്സേജിന്റെ പേരല്ലേ SMS? അദ്ദു ചോദിച്ചു. അതെ, അത് SMS-ന്റെ ഒരർത്ഥാണ്. പക്ഷെ ഈ SMS കോവിഡ് പടരാതെ നോക്കാനുള്ള നിയമമാണ്. എസ്, അണുക്കളെ കൊല്ലാൻ സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക. എം, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക. മാസ്ക് മൂക്കും വായും മുഴുവനായി കവർ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. പിന്നെ എസ്, പുറത്തിറങ്ങുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. ക്ലാസ്സിലിരിക്കുമ്പോഴായാലും കൂട്ടുകാരോടൊപ്പമായാലും കളിക്കുമ്പോഴും കഴിയുന്നതും ദൂരം സൂക്ഷിക്കുക. അനി വിശദീകരിച്ചു. ആഹാ, അപ്പോൾ ഈ SMS എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത് ഞാൻ സുരക്ഷിതമായിരിക്കാൻ തീർച്ചയായും ഓർത്തിരിക്കും. ഇങ്ങനെ പാലിച്ചാൽ എനിക്ക് മറ്റാളുകളെയും കോവിഡിൽ നിന്ന് രക്ഷിക്കാം. പക്ഷേ എനിക്ക് കോവിഡ് വന്നാലോ എന്ന് അദ്ദു ആശങ്കയോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? അനി പറഞ്ഞു, കോവിഡ് വന്ന കുട്ടികൾ രോഗമുക്തരോ ആയിട്ടുണ്ട്, വയസ്സായവരെക്കാളും എത്രയോ പെട്ടെന്ന്. അതിനാൽ കോവിഡ് വന്നാലും മറ്റു പനി പോലെ തന്നെ റെസ്റ്റ് എടുക്കണം. പനി വന്നാൽ നമ്മൾ എങ്ങനെയാണോ വീട്ടിലിരുന്ന് കുറേ ഉറങ്ങി റെസ്റ്റ് എടുക്കുന്നത്, പിന്നെ ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുന്നത്, അതുപോലെ തന്നെ കോവിഡ് വന്നാലും റെസ്റ്റ് എടുത്ത് ഹെൽത്ത് സൂക്ഷിക്കണം. എന്തെങ്കിലും വിവരം വേണമെങ്കിൽ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് കോവിഡ് ഹെൽപ്പ് ലൈനും വിളിക്കാം. റെസ്റ്റ് എടുത്തുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, കാർട്ടൂണുകൾ കാണാം, വേണമെങ്കിൽ വരക്കാം, ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം വീട്ടിലിരുന്നു കൊണ്ട്. വീടിൻ്റെ ഒരു കോണിൽ നിൽക്കുന്നതും മറ്റുള്ളവരായി കൂടുതൽ അടുക്കാതിരിക്കുന്നതും നല്ലതാണ്, പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും. അവർ രോഗത്തിൽ നിന്നും പ്രത്യേകിച്ച് സുരക്ഷിതരായിരിക്കണം, അനി പറഞ്ഞു. അത് ശരി, അപ്പോൾ ഈ കോവിഡ് എപ്പോഴാണ് അവസാനിക്കുക ചേച്ചി? അദ്ദു ചോദിച്ചു. കോവിഡ് എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. കാരണം ഇതൊരു പുതിയ രോഗമാണ്. എല്ലാവരും ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വരുന്നത് തടയാനുള്ള മരുന്ന് നിർമ്മിക്കാൻ ഡോക്ടർമാർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിയും ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അതുവരെ സുരക്ഷിതരായിരിക്കാൻ നമ്മൾ SMS നിയമം പാലിക്കണം, അനി പറഞ്ഞു. നമുക്കിപ്പോൾ പുറത്തു പോകാൻ പറ്റുമോ? പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അദ്ദു ആകാംക്ഷയോടെ ചോദിച്ചു. അദ്ദു ഓർക്കുന്നുണ്ടോ നമ്മൾ കുറച്ചു മാസങ്ങൾ മുമ്പേ ലോക്ക്ഡൗണിലുണ്ടായത്? അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ലായിരുന്നു, കടകളൊക്കെ അടച്ചിട്ടും ഉണ്ടായിരുന്നു, അന്നി പറഞ്ഞു. അദ്ദു പെട്ടെന്ന് തലയാട്ടി അതെ അതെ എന്ന് പറഞ്ഞു. ശരി, ഇപ്പോൾ അവസ്ഥ മെല്ലെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ലോക്ക്ഡൗൺ എല്ലായിടത്തും മെല്ലെ നീക്കം ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് പുറത്ത് പാർക്കിലേക്കും കടകളിലേക്കും പോകാൻ പറ്റും, പക്ഷേ എല്ലായ്പ്പോഴും അല്ല. ഇതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ മാസ്ക് ധരിച്ച് കൈ കഴുകി നിൽക്കണം. സ്കൂളുകളും മെല്ലെ തുറക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഹേ അദ്ദു, ഒരു കാര്യം അറിയോ? എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വന്നതാ. കോവിഡിനെ കൊണ്ട് നമ്മൾ എല്ലാവരും കുറെ ബുദ്ധിമുട്ടിയെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അനി പറഞ്ഞു. ശരിക്കും എന്ത് നല്ല കാര്യങ്ങൾ? അദ്ദു ചോദിച്ചു. കോവിഡും ലോക്ക്ഡൗണും കാരണം നമുക്ക് കുടുംബത്തിൻ്റെ കൂടെ കുറേ സമയം ചെലവഴിക്കാൻ പറ്റി, അനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പുതിയൊരു കളിയും പഠിച്ചു. ഇപ്പോൾ മമ്മിയുടെയും പപ്പയുടെയും കൂടെ എനിക്ക് ചെസ് കളിക്കാൻ പറ്റും. കുറച്ചു ദിവസം മുമ്പ് ഞാൻ മമ്മിയെ ഓൾമോസ്റ്റ് കളിയിൽ തോപ്പിച്ചു. പിന്നെ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പഠിച്ചു. അദ്ദു ഈ സമയം നടന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അനി ചോദിച്ചു. അദ്ദു ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ വീട്ടിലുള്ള ഫ്ലവർ പോട്ടുകളൊക്കെ പെയിന്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പൂന്തോട്ടം കാണാൻ എന്തു ഭംഗിയാ.
ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ ഓർത്തില്ല. പിന്നെ മമ്മിയുടെയും പപ്പിയുടെയും പിന്നെ അനിയുടെ കൂടെയും എനിക്ക് ലൂഡോ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കളിയിൽ ഞാനാണ് എപ്പോഴും ചാമ്പ്യൻ. കണ്ടോ, അപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും അതിലുള്ള നല്ല കാര്യങ്ങൾ കാണാനും പറ്റും, അനി പറഞ്ഞു. കോവിഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അനി എൻ്റെ ഏച്ചി ആയതിൽ ഞാൻ സന്തോഷിക്കുന്നു. നല്ലതും മോശവുമായ സമയങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഏച്ചി. അദ്ദു ഏച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായും ഇതിനല്ലേ സഹോദരികൾ എന്ന് അനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് തോന്നി ഈ കഥ കേട്ടിട്ട്? ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നിയും അദ്ദുവും പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളവയായിരുന്നു, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, കുടുംബക്കാരുടെ കൂടെ അല്ല രക്ഷകർത്താക്കളുടെ കൂടെ എപ്പോഴും സമയം ചിലവാക്കുന്നത് ചിലപ്പോൾ നമുക്ക് മതിയാകാം, ചിലപ്പോൾ ദേഷ്യവും വരാം. പക്ഷേ അന്നിയും അദ്ദുവും നമുക്ക് കാണിച്ചു തന്ന പോലെ നമുക്ക് വീട്ടിൽ തന്നെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. പുതിയ ഗെയിംസ് പഠിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, എക്സസൈസ് ചെയ്യാം. ചെറിയ റൂമാണെങ്കിലും നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം, സ്പോട്ടിൽ തന്നെ ജോഗ് ചെയ്യാം, കാർട്ടൂൺ കണ്ടുകൊണ്ടും. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, കൈയും കാലും നീട്ടി. എത്ര നീട്ടാൻ പറ്റും? ഒന്ന് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിരിക്കാം. പിന്നെ സ്കൂളുകളൊക്കെ മെല്ലെ തുറക്കുന്ന സ്ഥിതിക്ക് പാഠപുസ്തകങ്ങളും വായിച്ച് പ്രിപ്പയർ ആയി ഇരിക്കാം. ഈ കോവിഡ് എന്താണെന്നും കൊറോണ എന്ന് പറയുന്ന സാധനം എന്താണെന്നും കുട്ടികൾ അറിയുന്നത് അത്യാവശ്യമാണ്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഭയവും കൺഫ്യൂഷനും തോന്നാം. എന്ത് ചെയ്യണം, എന്താകും, എങ്ങനെ ഇതിനെ നേരിടണം എന്നൊക്കെ അറിയേണ്ടത് ആവശ്യമാണ്. അന്നിയും അദ്ദുവും ഇപ്പോൾ നമുക്കിത് പറഞ്ഞു തന്ന സ്ഥിതിക്ക് നമുക്ക് ശാന്തമായി ഇതിനെക്കുറിച്ച് എല്ലാവരോടും പറയാം. കൂട്ടുകാരോടും കുടുംബക്കാരോടും SMS-നെ കുറിച്ച് തീർച്ചയായും പറയുക. അങ്ങനെ അത് അവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് കുറേ പേരുടെ ഭയം മാറ്റാം. അപ്പോൾ കേൾക്കുന്ന ഏട്ടന്മാരും ഏച്ചിമാരും ചെറിയ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ മറക്കരുത്. സുരക്ഷിതമായി ഇരിക്കൂ, സന്തോഷമായി ഇരിക്കൂ. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച ഒരു പുതിയ കഥയുമായി കാണാം.